ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് കാവനൂർ തവരാപ്പറമ്പിൽ മഡ് ബ്രിക്സ്, അതായത് മണ്ണ് കൊണ്ട് ബ്രിക്സ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ്. നമ്മളെ കല്ലുകളൊക്കെ കിട്ടാത്ത കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഈ ബ്രിക്സിലേക്ക് മാറുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. ഇതിൻ്റെ ഫുള്ള് പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ പോയി അതിൻ്റെ ഫുൾ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ നിർമ്മാണത്തിന് നല്ലൊരു മാനുഫാക്ചർ ഫാക്ടറി തന്നെ ഇതിന് തയ്യാറാക്കണം. ഇതിൻ്റെ ഫസ്റ്റ് മാനുഫാക്ചർ തുടങ്ങുന്നത് ഇവിടെ. ഈ മണ്ണുകൾ തരിച്ചതിൻ്റെ ശേഷം ഈ ബോക്സിൽ നിക്ഷേപിക്കുകയാണ്. തരിച്ച മണ്ണുകൾ മാത്രം കേട്ടോ, അതായത് എല്ലാ മണ്ണും ഇതിന് പറ്റൂല. കറക്റ്റ് തിരഞ്ഞെടുത്ത മണ്ണ് ഉപയോഗിച്ച് തരിച്ചതിൻ്റെ ശേഷം ഈ ബോക്സിലേക്ക് നിക്ഷേപിച്ച് അതിൽ സിമെൻറ്റ് കോട്ടിങ്ങൊക്കെ ഇതിൻ്റെ ശേഷം ഈ ടാങ്കിലേക്ക് വന്നിട്ട് ഈ ടാങ്ക് മിക്സ് ചെയ്യട്ടോ. ഈ ടാങ്കിൽ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് പ്രോസസ്സിങ്ങിന് ശേഷം അതിൻ്റെ കറക്റ്റ് വാട്ടർ ചേർത്ത് അതിൻ്റെ കറക്റ്റ് അളവിൽ ചേർത്തതിന് ശേഷം അതിൽ നിന്ന് നേരെ ഈ ചാനലിലേക്ക് ഈ മണ്ണിൽ ഒഴുക്കി വിടാണ്. ഈ ചാനലിലേക്ക് ഒഴുക്കി വിട്ടതിൻ്റെ ശേഷം നേരെ ഇത് വേറൊരു ബോക്സിൽ വന്ന് ചേർക്കാം കേട്ടോ. ഇതിൻ്റെ പ്രവർത്തനത്തിന് നല്ലൊരു എമൗണ്ട് മാനുഫാക്ചർ ഫാക്ടറിക്ക് വേണമെന്നാണ്. ഈ ബോക്സിലേക്ക് നമ്മൾ സിമൻറ്റ് ഇട്ട മണ്ണ് മിക്സ് ചെയ്തതിന് ശേഷം നേരെ ഇത് പഞ്ചിങ് ബോക്സിലേക്ക് വരികയാണ്. നേരെ പഞ്ചിങ് ബോക്സിലേക്ക് വന്നതിന് ശേഷം ഹൈഡ്രോളിക് പഞ്ചിങ് കൺട്രോൾ. ഹൈഡ്രോളിക് പഞ്ചിങ്ങിൻ്റെ ശേഷം പഞ്ചിങ് എടുത്തതിൻ്റെ ശേഷം നേരെ ബോക്സ് നേരെ പൊന്താണ് ഈ മൺമിക്സ്. പൊന്തിയതിൻ്റെ ശേഷം നമ്മൾ ഈ ബോക്സിനെ, അതായത് 8 ഇഞ്ചാണ് ഈ എടുക്കുന്നത്, മറ്റത് 6 ഇഞ്ചാണ്. രണ്ട് ഐറ്റം കട്ടകളാണ് ഒറ്റ അടിക്ക് മെഷീനിൽ വരുന്നത്. ഇതിൻ്റെ നിർമ്മാണം കാവന്നൂർ തവരാപ്പറമ്പിലാണ് കേട്ടോ. സലാമത്ത് എംബ്രിക് മഡ് ബ്രിക്സ്, അതായത് മണ്ണ് കൊണ്ടുള്ള ബ്രിക്സുകൾ തയ്യാറാക്കുന്ന സ്ഥലമാണിതിന്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ കട്ട കൊണ്ട് ഉപയോഗം നടത്തി സ്ലാബ് വരെ വാർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കാവനൂരിലെ തവരാപ്പറമ്പിലുള്ള സലാമത്ത് ബ്രിക്സിൽ നിങ്ങൾ പോയി ചെല്ലുക. അതിൻ്റെ പടത്ത വിഷ്വലും ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ.